കൊക്കയാർ പഞ്ചായത്ത് ഓഫീസിന് സമീപം വീട്ടുമുറ്റത്ത് പുലിയെ കണ്ടതായി വീട്ടുകാർ. പഞ്ചായത്ത് ഓഫീസിന് എതിർവശത്ത് മറ്റത്തിൽ സുരേഷിന്റെ വീടിന്റെ പിൻഭാഗത്താണ് പുലിയെ കണ്ടതായി പറയുന്നത്. വ്യാഴാഴ്ച പുലർച്ചെ 4:30 സംഭവം. വീടിനോട് ചേർന്നുള്ള കൂട്ടിൽ കെട്ടിയിരുന്ന വളർത്താടുകളുടെ തുടർച്ചയായുള്ള നിലവിളി കേട്ടാണ് സുരേഷും ഭാര്യയും എഴുന്നേറ്റത്. വൈദ്യുതി വെളിച്ചം തെളിച്ച് ജനലിലൂടെ നോക്കിയപ്പോൾ ആടിന്റെ കൂടിന് സമീപം ഒരു പുലിയെ കണ്ടു. മറ്റൊരു പുലി തൊട്ടടുത്ത തോട്ടിൽ പാറപ്പുറത്ത് നിൽക്കുന്നതായും കണ്ടതായി വീട്ടുകാർ പറഞ്ഞു. ഇവിടെ ഇന്നലെ രാത്രി പുലി വന്നു. വെളുപ്പിനെ 4 മണി ആയപ്പോഴത്തേനും ആ പുലി വന്നത്. ഞാൻ രാവിലെ ചേട്ടയ്ക്ക് ചോറും ഒക്കെ കൊടുക്കാൻ വേണ്ടി പണിക്ക് പോകുന്നുണ്ടായിരുന്നു. ചോറും കാപ്പിയൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് രാവിലെ വെളുപ്പിനെ എഴുന്നേറ്റതാണ്. അന്നേരത്തിന് നോക്കിയപ്പോൾ വെളുപ്പിനെ വൈകുന്നേരം കിടക്കാൻ നേരത്ത് ലൈറ്റ് ഇടുന്നതാണ്. അന്നേരം ഇട്ട് വെളുപ്പിനെ ആയപ്പോഴത്തേനും ഞാൻ അടുക്കളയിലത്തെ ലൈറ്റ് ഇട്ടപ്പോഴത്തേനും മുറിക്കകത്തെ ലൈറ്റ് നിർത്തി. 4 ആയപ്പോൾ എഴുന്നേറ്റപ്പോഴേ ലൈറ്റ് നിർത്തി. അന്നേരം 4:30 ആയപ്പോൾ ഞാൻ ചേട്ടയെ വിളിച്ച് ഇച്ചിരി കറുങ്കാപ്പിയും കൊടുത്ത് ഞങ്ങൾ കസേര ഞാൻ കസേര ഇരിക്കുക, ചേട്ടയെ കട്ടിലായിരുന്നു കാപ്പി കുടിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേനും ആട് പെട്ടെന്ന് ചാടി എഴുന്നേക്കുന്ന ഒച്ച കേട്ടു. അത് എഴുന്നേക്കുന്ന ഒച്ച കേട്ടപ്പോൾ ഞാൻ പെട്ടെന്ന് എഴുന്നേറ്റ് ലൈറ്റ് ഇട്ട് കസേരയിൽ നോടി വന്ന് ലൈറ്റ് ഇട്ട് ഹെഡ്ലൈറ്റ് അടിച്ച് നോക്കി എന്നാന്ന് ഒച്ച കേട്ടെന്നും പറഞ്ഞ് നോക്കിയപ്പോഴത്തേനും ഒരു സാധനം എടുത്ത് ആറ്റിലോട്ട് ചാടി. അത് തള്ളപ്പുലി കുഞ്ഞ് നല്ലപോലെ ഞങ്ങൾ സ്പഷ്ടമായിട്ടുണ്ട് ആറ്റിക്കല്ല് പുലി നിൽക്കുന്നത്. അത് ഇത്ര ഇടത്തരമുണ്ട്, ഇത്രത്തോളം ഉണ്ട് അതിൻ്റെ പൊക്കം. അന്നേരം തള്ളെ പറയേണ്ട കാര്യമില്ല, നല്ല മുഴുത്തൊരു ഇതല്ലേ അത്. പിന്നെ ഞങ്ങൾ അന്നേരം തന്നെ കുറച്ച് കഴിഞ്ഞ് ഒരു അരമണിക്കൂർ ചേട്ടായി നിന്ന് ഞാൻ ഇറക്കി വിട്ടില്ല പെട്ടെന്ന്. അത് കഴിഞ്ഞ് അരമണിക്കൂർ കഴിഞ്ഞ് ചേട്ടായി നിന്ന് ആറ്റിലെല്ലാം നോക്കിയപ്പോഴത്തേനും ആളെ എല്ലാം വിളിച്ചു കൂട്ടി എല്ലാം ചെന്ന് നോക്കി കാൽപാദമുണ്ട്. ഇപ്പം ബാത്റൂം വെക്കാൻ ഞങ്ങൾക്ക് പെരയ്ക്കകത്തില്ല, വെളിയിലാണ് പോകേണ്ടത്. വെളുപ്പിനെ 4 മണിക്കൊക്കെ ഞങ്ങൾ മുറ്റത്ത് ഇറങ്ങുന്ന ആടിനാണെങ്കിലും പുകയിടണമെങ്കിലുമൊക്കെ ഇത് ഞാൻ കടം മേടിച്ചൊക്കെ ആടിനെ മേടിച്ച് ഞാൻ വളർത്തുന്നത്. അന്നേരത്തിന് ഇപ്പോൾ എന്നാന്ന് പറഞ്ഞാൽ ഇപ്പം പുളിക്കത്തടുത്താണെങ്കിൽ കഴിഞ്ഞ ആഴ്ച കണ്ടെന്ന് പറഞ്ഞു. അത് ആരും വലിയ ഗവനിച്ചിട്ടില്ല. അതുപോലെ തന്നെ 2 മാസത്തിന് മുമ്പേ ഇവിടെ നമ്മുടെ പാലത്തിൻ്റെ അവിടെ വെമ്പിളിലോട്ട് പോകുന്ന പാലത്തിൻ്റെ അവിടെ കണ്ടെന്ന് പറഞ്ഞു. അതും ആരും ഗവനിച്ചിട്ടില്ല. പക്ഷേ ഇത് ഞാനും ചേട്ടായും എൻ്റെ ഭർത്താവും നല്ലപോലെ കണ്ട കാര്യങ്ങളാണ്. അത് ഗവനിക്കാതെ ഇനിയും ഒരു മനുഷ്യജീവൻ പോകുന്നവരെ ആരും അത് വലിയ കാര്യമാക്കാതെ ചെയ്യാതിരിക്കരുത്. ഒരു അത്യാവശ്യം ഒന്നെങ്കിൽ കൂടെ വെക്കുക, അല്ലെങ്കിൽ ക്യാമറ വെക്കുക, അല്ലെങ്കിൽ ഈ ആറ്റ് സൈഡിലെല്ലാം ഇഷ്ടം പോലെ ഭയങ്കര പള്ളയും കാടുകളുമാണ്. അതൊന്നെങ്കിൽ വെട്ടിക്കളയുക, എന്തെങ്കിലും ചെയ്യണം. എന്നാന്ന് ചോദിച്ചാൽ ഞങ്ങൾ കൂലിപ്പണിക്കാരാണ്. അവരാണെങ്കിൽ വന്ന് വൈകുന്നേരം വരുമ്പോഴത്തേന് 6 മണിയൊക്കെ 6 മണി 7 മണിയൊക്കെ ആകുമ്പോൾ ആറ്റി കുളിക്കാൻ പോകുന്നത്. അന്നേരമാണെങ്കിൽ കഴിഞ്ഞ ദിവസം പുളിക്കത്തടുത്ത് 7 മണിയായപ്പോഴാണ് കണ്ടെന്ന് പറഞ്ഞു. അന്നേരം അത്രയും പോലും ഇതുപോലെ പെറ്റ് വരികിട്ട് പോലും അതിനൊരു നടപടി എടുക്കുകയോ അല്ലെങ്കിൽ ക്യാമറ വെക്കുകയോ അതിനെ പിടിക്കാനുള്ള ഒരു ചുക്രാന്തിയെ കാണിക്കുന്നില്ല. അതിനെന്തെങ്കിലും ഒരു നിയമ നടപടികൾ വേണം. ഇവർ ബഹളം വെച്ചതോടെ ആട്ടിൻകൂടിന് സമീപം നിന്ന പുലി ആറ്റിലേക്ക് ചാടി. 2 പുലിയും നടന്നു നീങ്ങി. പുലിയുടേതെന്ന് കരുതുന്ന കാൽപ്പാടുകൾ ഇവിടെയുണ്ട്. 3 ആഴ്ച മുമ്പ് ഇവിടെ അടുത്ത പുളിക്കത്തടുത്ത പുലിയെ കണ്ടിരുന്നു. അന്ന് നാട്ടുകാർ തെരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്തുവാനായില്ല. വനം വകുപ്പ് അധികൃതർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. ക്യാമറ സ്ഥാപിക്കുമെന്ന് വനപാലകർ അറിയിച്ചു. മേഖലയിലെ ജനങ്ങൾക്ക് ഭീഷണിയായി വന്യമൃഗശല്യം തുടർച്ചയാവുന്നതിൽ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് അഴുത ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നൌഷാദ് വെമ്പിളി ആവശ്യപ്പെട്ടു. ഈ ആവശ്യം ഉന്നയിച്ച് വനം വകുപ്പ് മന്ത്രിക്ക് നിവേദനവും നൽകി. വെസ്റ്റേൺ ന്യൂസ്, മുണ്ടക്കയം.